CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ തീരുമാനം അറിയിച്ചു. MP പ്രദീപ് കുമാർ വിവരങ്ങളുമായി. പ്രദീപ്, ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു എന്നതാണോ, അതോ സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാട് അല്ലെങ്കിൽ ആ ഉത്തരവ് പുറത്തു വന്നു എന്നതാണോ? അനുജ, ഇപ്പോൾ ഈ CBSEയുടെ തീരുമാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് CBSE 10, 12 ക്ലാസുകളിലെ പരീക്ഷ അത് ജൂലൈ 1 മുതൽ 15 വരെ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ആ പരീക്ഷ നടത്താനുള്ള തീരുമാനം CBSE ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. അത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം CBSE ഇന്നിപ്പോൾ സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. കാരണം സുപ്രീം കോടതി AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഈ ഒരു സംഘം രക്ഷിതാക്കളുടെ ഹർജി ഇന്ന് പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഹർജികൾ പരിഗണിച്ചപ്പോഴാണ്, അതായത് ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു കോവിഡ് സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരീക്ഷ നടത്തരുത്, അത് മാറ്റിവെക്കണം എന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിച്ചിരുന്നത്. ആ ഹർജികൾ പരിഗണിക്കവെയാണ് CBSE തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും CBSE എന്ത് നിലപാടെടുക്കുന്നു അതിന് പിന്തുടരുക മാത്രമാണ് തങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ICSE പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയിപ്പോൾ ICC നടത്താനിരിക്കുന്ന പരീക്ഷകൾ കൂടി മാറ്റിവെക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിലിപ്പോൾ സുപ്രീം കോടതി ഇനിയും ഇതിൽ എന്താണ് CBSEയുടെ തീരുമാനത്തിന് അനുസൃതമായ രീതിയിലേക്ക് ഇതിലൊരു തീരുമാനം പ്രഖ്യാപിക്കുക എന്ന തരത്തിലേക്കാണോ? ഇനി നമ്മൾ എന്താണ് കാത്തിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായും ഇനിയിപ്പോൾ CBSEയുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. അതായത് ഇനി സാഹചര്യം മെച്ചപ്പെടുമ്പോൾ, അതായത് സാഹചര്യം ഇനി പരീക്ഷ നടത്താവുന്ന രീതിയിലേക്ക് അനുകൂലമാകുമ്പോൾ മാത്രം പരീക്ഷ നടത്തുമെന്നുള്ളതാണ് CBSEയുടെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇനി സുപ്രീം കോടതി സ്വാഭാവികമായും ഈ തീരുമാനത്തിന് അത് അംഗീകരിക്കുക എന്നൊരു കാര്യം തന്നെയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ സംബന്ധിച്ച കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അനുജ. അതായത് ഒരുപക്ഷെ ഈ കോവിഡിന്റെ സാഹചര്യം ഇത്ര രൂക്ഷമല്ലാതാകുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ ബാക്കി പരീക്ഷകൾ നടത്തുക എന്നൊരു നിലപാടിലേക്കാണ് CBSE ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് അനുജ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഈ ഒരു പരീക്ഷ, അതായത് ജൂലൈ 1 മുതൽ 15 വരെ നടത്താനിരുന്ന പരീക്ഷ അത് മാറ്റിവെച്ചിരിക്കുന്നു. ആ ഷെഡ്യൂൾ, അത് എക്സാമിനേഷൻ ഷെഡ്യൂൾ അത് മാറ്റിവെച്ചിരിക്കുന്നു. അതിന് പകരം എപ്പോൾ പരീക്ഷ നടത്തണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും. അത് കോവിഡ് സാഹചര്യം കൂടി അനുകൂലമായ ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷ നടത്താനുള്ള ഒരു കൃത്യമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പരീക്ഷ നടത്തുകയുള്ളൂ എന്നുള്ളതാണ് CBSEയുടെ നിലപാട്. ആ നിലപാട് അവർ ഇന്നലെ വൈകുന്നേരം ചേർന്ന യോഗത്തിൽ അവർ തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അനുജ, അങ്ങനെയെങ്കിൽ ഇതിലിപ്പോൾ ഈ ഉപരിപഠനത്തിന് പോകുന്ന കാര്യങ്ങളിൽ അടക്കം ഇതിപ്പോൾ തീർച്ചയായും 12ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം അതിനനുസരിച്ചൊരു കാലതാമസം ഉണ്ടാകുമെന്ന തരത്തിലേക്കാണോ ഇനി കാര്യങ്ങൾ പോകുന്നത്? അനുജ, അതിനു മുമ്പ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, അതായത് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ CBSE അറിയിച്ചിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതായത് ഇവർക്ക് ഒന്നുകിൽ പിന്നീട് പരീക്ഷ എഴുതാം, അത് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് രീതിയിൽ, അതായത് ഒരു വിശകലന രീതിയിൽ ഒരു സ്കീം എന്തായാലും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് CBSE അറിയിച്ചിരിക്കുന്നത്. CBSEക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് കോടതി ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനത്തെ ഓപ്ഷനുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ഓപ്ഷനുമായിട്ട് വരുമ്പോൾ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും പാടില്ല, ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം പാടില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ കോടതി വീണ്ടും അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ റിസൾട്ട്, അതായത് ഇതിന്റെ ഫലം നിങ്ങൾ എങ്ങനെയാണ് പുറത്തുവിടുക എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അതിന് ഇപ്പോൾ സോളിസിറ്റർ നൽകിയിരിക്കുന്ന മറുപടി, ദ റിസൾട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ അസസ്മെന്റ് ഫോർ ദ ബേസിസ് ഓഫ് ബോത്ത് ക്ലാസ് 10 and 12 വിൽ ബി പബ്ലിഷ്ഡ് ബൈ ജൂലൈ 15. അതായത് ജൂലൈ 15 തന്നെ ഈ അസസ്മെന്റ് അനുസരിച്ച്, അതായത് ഇവർക്കൊരു ഷെഡ്യൂൾ കൊടുക്കുക, അതനുസരിച്ചുള്ള ഒരു അസസ്മെന്റ് നടത്തും. ആ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫലം പ്രസിദ്ധീകരിക്കും. അത് ജൂലൈ 15 മുൻപ് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി പരീക്ഷകൾ ഉണ്ടാകാതെ ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലേക്ക് ഇതിന്റെ ഫലപ്രഖ്യാപനം എന്നതാണോ പ്രദീപ്? അതെ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷ നടത്തുകയില്ല, പകരം ഈ അസസ്മെന്റ് മുഖാന്തരം അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ അസസ്മെന്റ് മുഖാന്തരം വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CBSE അറിയിച്ചിരിക്കുന്നത്. അനുജ.
ഇതിലിപ്പോൾ ഈ ഉപരിപഠനത്തെയൊക്കെ ഇത് ബാധിക്കാത്ത രീതിയിലേക്ക് തന്നെയാണോ ഈ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്? ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അതിന്റെ ഏറ്റവും ഒടുവിലെ എന്താണ് തീരുമാനം എന്ന് വരാനിരിക്കുന്നു. എങ്കിലും CBSEയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണല്ലോ ഈ തീരുമാനം, അല്ലേ? അനുജ, ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ഒരു വളരെ നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ CBSEയുടെ പരീക്ഷ സ്വാഭാവികമായിട്ടും നീളുന്നു. അതിന്റെ ഫലം അത് ജൂലൈ 15 അകത്ത് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ജൂലൈ 15 കൂടി പ്രഖ്യാപിക്കും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മറ്റു പരീക്ഷകൾ, അതായത് ബാക്കി പ്രൊഫഷണൽ കോഴ്സുകളിൽ അടക്കമുള്ള പരീക്ഷകളുടെ സമയക്രമത്തിന് മാറ്റം വരുത്തേണ്ടി വരില്ലേ എന്നൊരു വളരെ നിർണായകമായ ചോദ്യം ഇപ്പോൾ AM ഖാൻവിൽക്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിനകത്തൊരു കൃത്യത, അതായത് അതിനകത്തൊരു ക്ലാരിറ്റി വരണം എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഖാൻവിൽക്കർ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അനുജ, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചിരിക്കുന്നു. CBSEയുടെ തീരുമാനപ്രകാരം 12ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഇനിയുള്ള പരീക്ഷകൾ ജൂലൈ 1 മുതൽ 15 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്നത് റദ്ദാക്കിയിരിക്കുന്നുവെന്ന തീരുമാനമാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിലൊരു അസസ്മെന്റിലേക്ക് പോയിട്ട് അത്തരത്തിലേക്ക് ഫലപ്രഖ്യാപനം നടത്തുക എന്നൊരു തീരുമാനവും ഇതിനോടകം തന്നെ CBSE സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് വരും വർഷങ്ങളിൽ ഇവരുടെ ഉപരിപഠനത്തെ അടക്കം ഇത് ബാധിക്കാത്ത എത്തരത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതിലൊക്കെ ഒരു സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദീപ് തുടരുന്നുണ്ട്. പ്രദീപ്, ഇതിൽ കൃത്യമായി കേന്ദ്ര സർക്കാർ കോടതിയിൽ ഇന്ന് അറിയിച്ചിരിക്കുന്ന നിലപാട് എങ്ങനെയാണ്? അനുജ, ഈ രക്ഷിതാക്കളുടെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കോവിഡ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ജൂലൈ 1 മുതൽ 15 വരെ നിശ്ചയിച്ചിരിക്കുന്ന CBSE പരീക്ഷ അത് മാറ്റിവെക്കണം എന്നൊരു ആവശ്യമാണ് ഒരു സംഘം രക്ഷിതാക്കൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ CBSE നിലപാട് അറിയിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു പരീക്ഷ ജൂലൈ 1 മുതൽ 15 വരെ നടത്താനിരുന്ന പരീക്ഷ അത് റദ്ദു ചെയ്തിരിക്കുന്നു. സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ അതനുസരിച്ച് പരീക്ഷ നടത്തും, അതല്ലെങ്കിൽ ഒരു അസസ്മെന്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് തിയറി പരീക്ഷയാണ്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്കുകളും അത്തരം കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്കീം തയ്യാറാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പെർഫോമൻസ്, അതായത് അവരുടെ പെർഫോമൻസ് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഉള്ള ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാം, അതിന്റെ ഒരു ഫലം പ്രഖ്യാപിക്കാം, ജൂലൈ 15 കൂടി പ്രഖ്യാപിക്കാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ചോദിക്കണം. അതായത് നിങ്ങൾ പറയുന്ന ഒരു വ്യക്തത കുറവുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഫലം പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്കീം എന്താണ്? അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ഫലം അത് ജൂലൈ 15 പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പോലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പരീക്ഷകളും അതനുസരിച്ച് നീളേണ്ടതല്ലേ, അല്ലെങ്കിൽ അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല? അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഖാൻവിൽക്കർ ചോദിച്ചത്, ഇഫ് യു സീ ദ ഡേറ്റ് യു വിൽ ഹോൾഡ് എക്സാംസ് ഫോർ ക്ലാസ് ഫോർ സം ടൈം, സോ ഡേറ്റ്സ് ഫോർ അവർ എക്സാംസ് നീഡ് ടു ബി പോസ്റ്റ്പോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു ക്ലാരിറ്റി, അതായത് ഈ പറഞ്ഞ അവർ പറയുന്ന വാദത്തിൽ, CBSE പറയുന്ന വാദത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫലം പ്രസിദ്ധീകരിക്കുക, അതിന്റെ മാനദണ്ഡം എന്താണ്? മാത്രമല്ല, മറ്റു പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരില്ലേ? ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകണം എന്നൊരു കാര്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ വാദമുകൾ തുടർന്നു വരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഉത്തരവ് പ്രതീക്ഷിക്കാം, അല്ലേ? ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും പുതിയ വിവരം ഇതാണ്. അതായത് 12ാം ക്ലാസ്സിലെ എക്സാമുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. CBSE 12ാം ക്ലാസ്സിലെ പരീക്ഷ അത് റദ്ദാക്കിയിരിക്കുന്നു. 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നെങ്കിൽ പിന്നീട് നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാം, അതല്ലെങ്കിൽ അവർക്ക് ഇന്റേണൽ അസസ്മെന്റ് വഴി കിട്ടുന്ന, അതായത് ഏറ്റവും ഒടുവിലായി നടന്ന 3 ഇന്റേണൽ അസസ്മെന്റിന്റെ
അടുത്ത ആൻസറിലെടുത്ത ഒരു സ്കോർ ഉണ്ടാവും, ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാം. എന്തായാലും 10ഉം 12ഉം ക്ലാസ്സുകളിലെ ഫലം അത് ജൂലൈ 15 തന്നെ പ്രസിദ്ധീകരിക്കും എന്നുള്ളതും CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. അനുഷ. ശരി, CBSE 10-12 ക്ലാസ്സുകളുടെ പരീക്ഷാഫലം ജൂലൈ 15 പ്രഖ്യാപിക്കുമെന്ന് CBSE അറിയിക്കുമ്പോൾ തന്നെ ജൂലൈ 1 മുതൽ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ റദ്ദാക്കുന്നു എന്നൊരു കാര്യം കൂടി അവർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ ഇതുവരെ നടന്ന പരീക്ഷകളുടെ ഒരു അസസ്മെന്റ് എന്ന രീതിയിലേക്ക് ഫലപ്രഖ്യാപനം ഉണ്ടാകാൻ ആ രീതിയിലേക്ക് താല്പര്യമുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് അത് തീരുമാനിക്കാം. അതല്ലെങ്കിൽ ഇനിയും കോവിഡ് സാഹചര്യം ഇത്രയധികം ഗുരുതരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ പരീക്ഷ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന രണ്ട് തരത്തിലേക്കുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ CBSE കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു വ്യക്തത കുറവുണ്ട്. എത്തരത്തിലേക്കാണ് അത് ഉപരിപഠനത്തെ അടക്കം ബാധിക്കാതെ നടത്താൻ കഴിയുക എന്നതിലൊക്കെ ഒരു വ്യക്തത കുറവുണ്ട് എന്നതാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വിശദീകരണം CBSEയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കോടതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദീപ് തുടരുന്നുണ്ട്. പ്രദീപ്, ഇതിലിപ്പോൾ ഈ അസസ്മെന്റ് അത്തരത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ പരീക്ഷ മാറിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ വീണ്ടും എഴുതിക്കൊണ്ട് എന്ന് പറയുമ്പോഴും അതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ. അത് എത്തരത്തിലേക്കാണ് ഉപരിപഠനത്തെയൊക്കെ തീർച്ചയായും അത് ബാധിക്കും. അടുത്ത പരീക്ഷകൾ ഇനി എപ്പോൾ നടക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യവുമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ആ വ്യക്തത കുറവ് അത് ഇന്ന് തന്നെ നീക്കണം എന്നതാണോ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? അനുജ, അങ്ങനെ തന്നെയാണ്. ഈ ഒരു വ്യക്തത കുറവ് തന്നെയാണ് ഇപ്പോൾ കോടതി ഏറ്റവും പ്രധാന ഒരു ആശങ്കയായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, രക്ഷിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മൽഹോത്ര ഇപ്പോൾ പ്രധാനമായും പറഞ്ഞത് CBSE ഈ മാസം അവസാനത്തോടുകൂടി ഈ അസസ്മെന്റ് എത്രയാണ് എന്നതിന്റെ ഫലം പ്രഖ്യാപിക്കണം. അപ്പോൾ കാരണം അതിന് പ്രധാനമായി ഇവർ ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഈ അസസ്മെന്റ്, ഇന്റേണൽ അസസ്മെന്റ് വഴി വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്കാണ് കിട്ടുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ലഭിക്കുന്ന മാർക്ക് എത്രയാണ് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു റിസൾട്ട് അത് CBSE ഈ മാസം അവസാനത്തോടു കൂടി അത് പ്രസിദ്ധീകരിക്കണം എന്നൊരു ആവശ്യമാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് ജസ്റ്റിസ് AM കാൻവിൽക്കർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് വിജ്ഞാപനത്തിൽ, അതായത് നിങ്ങൾ എപ്പോഴാണ് വിജ്ഞാപനം ഇറക്കാൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ ആ നോട്ടിഫിക്കേഷനിൽ ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയണം. എപ്പോഴാണ് ഈ ഒരു ഫലം പ്രസിദ്ധീകരിക്കുക, അതിന്റെ ടൈം ലൈൻ എന്തായിരിക്കും, അത് സംബന്ധിച്ച് വളരെ കൃത്യമായി വളരെ വ്യക്തമായി തന്നെ വിജ്ഞാപനം ഇറക്കണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ AM കാൻവിൽക്കർ CBSEയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സോളിസിറ്റർ ജനറൽ ഇപ്പോൾ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതായത് വിജ്ഞാപനം നാളെ തന്നെ ഇറങ്ങും, നാളെ എത്രയും വേഗം ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാപനം നാളെ തന്നെ ഇറങ്ങും, നാളെ എത്രയും വേഗത്തിൽ ഇറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയെന്ന തീരുമാനമാണ് ഇപ്പോൾ CBSE സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നതിൽ ഒരു വ്യക്തത കുറവുള്ളതിനാൽ അതിൽ വളരെ വേഗം തന്നെ വിശദീകരണം നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ തീരുമാനം അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.